BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വൈപ്പിൻ ഫോർട്ട് കൊച്ചി കരകളെ ബന്ധിപ്പിച്ച് സർവീസ് നടത്തിയിരുന്ന ഫോർട്ട് കിൻ യാത്രാ ബോട്ട് തുരുമ്പെടുത്ത് നശിക്കുന്നു. 10 മാസമായി ബോട്ട് സർവീസ് നടത്തുന്നില്ല. മറൈൻ ഡ്രൈവിലുള്ള ജെട്ടിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. മേഖലയിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായാണ് കൊച്ചി നഗരസഭ 2 റോറോ വൈസലുകളും ഫോർട്ട് കിൻ ബോട്ടും നിർമ്മിച്ചത്. നടത്തിപ്പ് ചുമതല കിൻകോക്കിന് നൽകി. എന്നാൽ സർവീസിന്റെ പോരായ്മ മൂലം പലപ്പോഴും ഒരു റോറോയാണ് സർവീസ് നടത്താറുള്ളത്. ഇതിൽ തന്നെ ഭൂരിഭാഗവും വാഹനങ്ങളാകും. കാൽനടക്കാരായി വരുന്നവർക്ക് ഏറെ സഹായകരമായിരുന്ന ബോട്ട് സർവീസ് 10 മാസം മുൻപേ നിർത്തി. ഈ ബോട്ട് എവിടെയാണെന്ന് നഗരസഭയ്ക്ക് പോലും അറിയാത്ത സാഹചര്യമായിരുന്നു. ഒടുവിൽ പൊതുപ്രവർത്തകൻ ഹാരിസ് അബു വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോഴാണ് ബോട്ട് കിൻകോയുടെ മറൈൻ ഡ്രൈവിലുള്ള ജെട്ടിയിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്ന മറുപടി ലഭിച്ചത്. സർവീസ് നടത്താത്തത് ലൈസൻസ് കാലാവധി കഴിഞ്ഞത് മൂലമാണെന്ന് മറുപടിയിൽ പറയുന്നു. 1.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബോട്ടിന്റെ ലൈസൻസ് പുതുക്കാൻ അധികൃതർക്ക് മാസങ്ങളായിട്ടും കഴിഞ്ഞില്ലെന്നും യാത്രക്കാരോടുള്ള വെല്ലുവിളിയാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. നേരത്തെ സ്വകാര്യ ഏജൻസികൾ നടത്തിയിരുന്നപ്പോൾ പോലും ബോട്ട് സർവീസും ജങ്കാർ സർവീസും കൃത്യമായി നടത്തിയിരുന്നു. കിൻകോക്ക് ബോട്ട് സർവീസ് നടത്താൻ താൽപ്പര്യമില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സർവീസ് ലാഭകരമല്ലെന്നാണ് ഇവരുടെ വാദം. റൂട്ടിൽ ബോട്ട് സർവീസ് അടിയന്തരമായി പുനരാരംഭിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കിയാൽ മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിൽ നിന്ന് സർവീസ് പുനരാരംഭിക്കാമെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സർവീസ് പുനരാരംഭിക്കാൻ നടപടി വേണമെന്ന KG മാക്സി MLAയുടെ നിയമസഭാ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. മട്ടാഞ്ചേരി ജെട്ടിയിൽ നിന്നുള്ള സർവീസ് 2018 നിർത്തിയത്. എക്കൽ അടിഞ്ഞതുമൂലം ബോട്ട് അടുപ്പിക്കാൻ കഴിയാതിരുന്നത് കൊണ്ടാണ് സർവീസ് നിർത്തിയത്. പിന്നീട് ഇറിഗേഷൻ വകുപ്പിൽ നിന്ന് ബോട്ട് ജെട്ടി നിർമ്മിക്കുന്നതിന് 70 ലക്ഷം രൂപയും എക്കലും ചെളിയും നീക്കം ചെയ്ത് റൂട്ട് സുഗമമാക്കാനായി 4.5 കോടിയും അനുവദിച്ചു. 2021 പണി തുടങ്ങുകയും ജെട്ടി നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ഡ്രഡ്ജിംഗിനായി ഫണ്ട് അനുവദിക്കുകയും ജോലികൾ ആരംഭിക്കുകയും ചെയ്തെങ്കിലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കിയാൽ ഉടൻ ബോട്ട് സർവീസ് പുനരാരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. ടൂറിസ്റ്റ് ബസ്സിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന രാസലഹരി കടത്തുകയായിരുന്ന യാത്രക്കാരനെ എക്സൈസ് സംഘം പിടികൂടി. എറണാകുളം കലൂർ SM റോഡിൽ വട്ടത്താമുറി വീട്ടിൽ സഹൽ കരീമാണ് പിടിയിലായത്. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച പുലർച്ചെ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്ത് നടത്തിയ പരിശോധനയിലാണ് പിടിയിലായത്. ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് വരികയായിരുന്ന ബസ്സിൽ നിന്ന് അങ്കമാലി എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് യുവാവിനെയും ബാഗിന്റെ രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന സിന്തറ്റിക് ഡ്രഗ്സ് ഇനത്തിൽപ്പെട്ട 133 ഗ്രാം മാരക ലഹരി മരുന്നും കണ്ടെടുത്തത്. വിപണിയിൽ 7 ലക്ഷത്തിലധികം വില വരുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. പിടിയിലായ പ്രതി ബംഗളൂരുവിൽ വസ്ത്ര വ്യാപാരിയാണെന്നും വ്യാപാരത്തിന്റെ മറവിലായിരുന്നു ലഹരി വിപണനം നടത്തിയതെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവ് ജൂലൈ 11-12 തീയതികളിൽ കൊച്ചിയിൽ നടക്കും. സംസ്ഥാന സർക്കാർ IBMുമായി സഹകരിച്ച് നടത്തുന്ന കോൺക്ലേവിന് ബോൾഗാട്ടി ഗ്രാൻഡ് ഹയാത്താണ് വേദിയാവുക. ജനറേറ്റീവ് AI ഹബായി സംസ്ഥാനത്തെ വളർത്താനും സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാനും കോൺക്ലേവ് വഴിയൊരുക്കും. സ്പെയിനിലെ പ്രധാന ക്ലബ്ബുകളിലൊന്നായ സെവിയ FCയുടെ ഡേറ്റ വിഭാഗം മേധാവി ഡോക്ടർ എലിയ സമോറ സിലേർ ഉൾപ്പെടെ പ്രമുഖരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. നിർമ്മിത ബുദ്ധിയിലെ പുതുചലനങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ കേരളത്തിലെ യുവാക്കൾ രാജ്യത്തെ പ്രമുഖ തൊഴിൽ ശക്തിയായി മാറാനുള്ള അവസരം കോൺക്ലേവ് തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ഐരാപുരം റബ്ബർ പാർക്ക് പാതാളപ്പറമ്പ് ഭാഗത്ത് അന്തർ സംസ്ഥാനക്കാരിൽ നിന്ന് 1938 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ KP പ്രമോദിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് പിടികൂടിയത്. സംഭവത്തിൽ ഒഡീഷ സ്വദേശികളായ ആശിഷ് ഡിഗൻ, ബുൾസൻ ഡിഗൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് വൻതോതിൽ വാങ്ങി ചെറിയ പൊതികളിലാക്കി അന്തർ സംസ്ഥാന തൊഴിലാളികൾക്കും ഈ മേഖലയിലെ യുവാക്കൾക്കും വിൽപ്പന നടത്തുന്നതിനെ തുടർന്ന് പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജീവ്, പ്രിവന്റീവ് ഓഫീസർ CP ജനീഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ TS പ്രതീഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ B അജിത്, സിദ്ധാർത്ഥ, സിവിൽ എക്സൈസ് ഓഫീസർ R കാർത്തിക്, ഡ്രൈവർമാരായ ദീപക്, ബദർ എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്.
പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ചെറായി മൃഗാശുപത്രിയിലെ ഡോക്ടർ ഇല്ലാതായിട്ട് 9 മാസം പിന്നിടുന്നു. 23 വാർഡുകളുള്ള പള്ളിപ്പുറം പഞ്ചായത്തിൽ 500ഓളം ക്ഷീര കർഷകരുടേതായി 1500-ലേറെ കന്നുകാലികളുണ്ട്. നിരവധി വീടുകളിൽ കോഴി വളർത്തലുമുണ്ട്. ഇവരെല്ലാം ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഡോക്ടർ ഇല്ലാതായത്. ഇപ്പോൾ പശുക്കൾക്ക് രോഗം വന്നാൽ ചികിത്സയ്ക്ക് മറ്റിടങ്ങളിൽ ചെല്ലേണ്ട അവസ്ഥയാണ്. ഡോക്ടർ ഇല്ലാത്തതിനാൽ കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും കർഷകർക്ക് ലഭിക്കുന്നില്ല. മുമ്പുണ്ടായിരുന്ന ഡോക്ടർ സ്ഥലം മാറിപ്പോയതോടെ 2 ജീവനക്കാർ മാത്രമാണുള്ളത്. ഹോസ്പിറ്റൽ പുനർനിർമ്മാണത്തിന് പൊളിച്ചിട്ട് നിരവധി നാളുകളായി ഫണ്ട് പാസ്സായിട്ടും പണികളെല്ലാം ഇഴഞ്ഞു നീങ്ങുകയാണ്. ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി PA നോബൽ കുമാർ പറഞ്ഞു. കടൽ കയറ്റ പ്രശ്നം പരിഹരിക്കുന്നതിൽ സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച പ്രദേശവാസികൾ സംസ്ഥാന ഹൈവേ ഉപരോധിക്കും. പ്രശ്നത്തിന് പരിഹാരം തേടി 2019 ഒക്ടോബർ മുതൽ സമരരംഗത്തുള്ള ചെല്ലാനം കൊച്ചി ജനകീയ വേദിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശപാത ഉപരോധിക്കാനാണ് ഒരുങ്ങുന്നത്. കണ്ണമാലിയിൽ കൂടിയ ജനകീയ വേദിയുടെ സംയുക്ത പൊതുയോഗത്തിലാണ് കണ്ണമാലി പോലീസ് സ്റ്റേഷൻ സമീപമുള്ള ജനകീയ വേദി സമരപ്പന്തൽ പ്രദേശത്ത് ഉപരോധം നടത്താൻ തീരുമാനിച്ചത്. 2021 ചെല്ലാനം കൊച്ചി തീരത്ത് 10 കിലോമീറ്റർ CMS പാലം വരെ കടൽ ഭിത്തിയും റെട്രോബോർഡും ബസാർ വേളാങ്കണ്ണി പ്രദേശത്ത് 6 പുലിമുട്ടുകളും പുതൻതോട് കണ്ണമാലി പ്രദേശത്ത് 9 പുലിമുട്ടുകളും നിർമ്മിക്കുന്നതിനായി സർക്കാർ ഭരണാനുമതി കൊടുത്തിരുന്നു. 344.2 കോടി രൂപ കിഫ്ബിയിലൂടെ നീക്കിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 7.36 കിലോമീറ്റർ സ്ഥലത്ത് കടൽ ഭിത്തിയും 6 പുലിമുട്ടുകളും നിർമ്മിച്ചപ്പോൾ നീക്കിവെച്ച പണം തീർന്നുപോയെന്ന വാദം സ്വീകാര്യമല്ലെന്നും ജനകീയ വേദി ഭാരവാഹികളായ VT സെബാസ്റ്റ്യൻ, അഡ്വക്കേറ്റ് തുഷാർ നിർമ്മൽ സാരഥി, സുജാ ഭാരതി, ജോസഫ് ജയൻകുന്നേൽ എന്നിവർ പറഞ്ഞു. മന്ത്രി റോഷി അഗസ്റ്റിൻ പുത്തൻതോട്ടിലെത്തിയും മന്ത്രി P രാജീവ് ചെല്ലാനത്ത് നടത്തിയ പ്രഖ്യാപനങ്ങൾ വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.